ഇത് ആദ്യം ഹിന്ദിയിലൊക്കെയാണല്ലോ സംസാരിച്ചത്, അപ്പൊ അതൊരു ശരീരഭാഷ മലയാളിയാണെന്ന് തോന്നിയിരുന്നു. അതാണ് ഞാനത് പറയാൻ വിട്ടുപോയത്. അതായത് ഹിന്ദിയാണ്, അയാൾ ഹിന്ദി അല്ലാതൊരു ഭാഷയും പറഞ്ഞില്ല. അയാൾ ഉപയോഗിച്ച വേറൊരു തന്ത്രമാണ്. ഹിന്ദി പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ബംഗാളി അല്ലെങ്കിൽ ഹിന്ദിക്കാരെന്ന് പറയുമല്ലോ, അങ്ങനെ ഒന്ന് പോകും. പക്ഷേ അവിടെ ഏറ്റവും വലിയൊരു ഐഡന്റിഫിക്കേഷൻ കിട്ടിയത് അയാളുടെ കൊടവയറ് കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ അയാൾ നോക്കൂ, ഹിന്ദി 4 വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അത് അയാൾ പറയുന്നു ഞാൻ വളരെ ബോധപൂർവ്വം. ഏത് വാക്ക് എന്താ പറഞ്ഞത്? ഹിന്ദിയിൽ ക്യാഷ് ദേദോ, ചാവി ദേദോ, ക്യാഷ് ദേദോ, അങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. പോലീസിനെ കബളിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇതെങ്ങനെയാണ് പഠിച്ചത്? അതുകൊണ്ട് തന്നെ വീട്ടിൽ അയാള് കുറെ വർഷം പുറത്തുണ്ടായിരുന്നല്ലോ, ദീർഘകാലം പുറത്ത് ജോലി ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ ഓൺലൈനിലൊക്കെ നോക്കി അല്ല, അതൊക്കെ പരിശോധിക്കണം. ഇപ്പോൾ അയാളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, അതൊക്കെ പരിശോധിക്കണം. ബി കൃഷ്ണകുമാർ തന്നെ ശരിയാണ്. തീർച്ചയായും എന്തായാലും വലിയ ഒരു പ്ലാനിങ്ങോട് കൂടി എത്തിയ ശേഷമാണ് ഈ ഒരു മോഷണം നടന്നത് എന്നുള്ളതാണ് കൃത്യമായി SP വ്യക്തമാക്കുന്നത്. എന്തായാലും അതായത് വളരെയേറെ പ്ലാൻ ചെയ്ത് ഈ ഫെഡറൽ ബാങ്കിന്റെ ഈ ശാഖയിലല്ല അദ്ദേഹത്തിന് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. ചാലക്കുടി ബ്രാഞ്ചിലായിരുന്നു അദ്ദേഹത്തിന് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. ഇതേ ബ്രാഞ്ചിൽ പോട്ട പള്ളിയുടെ നേരെ മുൻപിലുള്ള ബ്രാഞ്ചാണ് ഈ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച്. ഇവിടെയാണ് മോഷണം നടന്നത്. ഇത് അയാളുടെ സ്ഥിരമായി എല്ലാ ഞായറാഴ്ചകളിലും വരാറുള്ള പള്ളിയാണ്. ആ പള്ളിക്ക് മുൻപിലുള്ള ഈ ബ്രാഞ്ചിനെ കുറിച്ച് കൃത്യമായി ഇയാൾക്ക് അറിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ബ്രാഞ്ചിൽ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ എത്തിയതിന് ശേഷം പിന്നീട് ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ATM കാർഡ് അവിടെ കാണിക്കുകയും ചെയ്തു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇയാൾ ഹിന്ദിയാണ് സംസാരിച്ചത്. പക്ഷേ ഇയാളുടെ ശരീരഭാഷ കൃത്യമായി ഒരു മലയാളിയുടേതായിരുന്നു എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. അത് കൃത്യമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ പ്രതി കൃഷ്ണമണി പോലും പുറത്ത് കാണിക്കാതെയാണ് ഇയാൾ ഈ മോഷണത്തിനായി എത്തിയത്. അയാൾക്കറിയാമായിരുന്നു വിരലടയാളം, അതുപോലെ തന്നെ റെറ്റിന എന്നിവയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ മോഷണത്തിന് സമയത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കും. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിക്ക് ഇയാളെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള കൃത്യമായ ഒരു അറിവ് ഇയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുണ്ടായത്. 3 തവണ ഇയാൾ വേഷം മാറി. ഈ പണവുമായി കവർന്നതിന് ശേഷം ഇയാൾ പല റോഡുകളിലൂടെയാണ് പോയത്. ഇവിടുത്തെ റോഡുകളൊക്കെ തന്നെ ഇയാൾക്ക് അറിയാവുന്നതാണ്. കാരണം ഈ ചാലക്കുടിക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ CCTV ക്യാമറകൾ ഇല്ലാത്ത പ്രദേശത്ത് എത്തിയ ശേഷം ഇയാൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റുന്നു, അതുപോലെ തന്നെ റിയർ വ്യൂ മിറർ മാറ്റുന്നു, കൂടാതെ ധരിച്ചിരുന്ന വസ്ത്രം മാറുന്നു. അങ്ങനെ 3 തവണ ധരിച്ചിരുന്ന വസ്ത്രം ഇയാൾ മാറിയിരുന്നു. പക്ഷെ അപ്പോഴും പ്രതിക്ക് പറ്റിയ ഒരു അമിളി എന്ന് പറയുന്നത് അയാൾ ഷൂ തന്നെയാണ് ധരിച്ചിരുന്നത്. ഷൂവിലൊരു പ്രത്യേക നിറമുണ്ടായിരുന്നു. ആ നിറമാണ് പോലീസിന് ഇയാളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു ഘടകം എന്ന് പറയുന്നത്. ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത് ആ ഷൂവിൻ്റെ ഒരു പ്രത്യേക നിറം അവർ ശ്രദ്ധിച്ചു. അങ്ങനെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിൽ നിന്നും ഇയാളുടെ മൊബൈൽ നമ്പറും അതിനോടൊപ്പം തന്നെ ഈ സമയത്ത് ഇയാൾ സഞ്ചരിച്ചിരുന്ന ഭാഗങ്ങളും ഒക്കെ തന്നെ കൃത്യമായി പോലീസ് ട്രാക്ക് ചെയ്തു. ഈ പ്രതിക്ക് 49 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അതിൽ നിന്ന് 2,90,000 രൂപ ഇയാൾ കടം വീട്ടി. ബാക്കി തുക ഇയാൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അത് വീണ്ടും കണ്ടെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തുകൊണ്ട് 47 ലക്ഷം രൂപ അവിടെ ഉണ്ടായിരുന്നിട്ടും ഇത്രയും പണം മാത്രം എടുത്തു എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിന് കൂടി ഒരു ഉത്തരമുണ്ട്. കാരണം അയാൾക്ക് അത്യാവശ്യം വേണ്ട പണം മാത്രമാണ് എടുത്തത്. ആദ്യം 2 കെട്ട് പണം, ആ 2 കെട്ട് പണത്തിൽ നിന്ന് തന്നെ 3 കെട്ട് പണമാണ് എടുത്തത്. ആ 3 കെട്ട് പണം എടുത്തതിന് ശേഷമാണ് ഉള്ളിൽ നിന്ന് ഫോൺ ചെയ്യുന്നത് കേട്ടത്. ഈ ബന്ദിയാക്കിയ ബാങ്ക് ജീവനക്കാർ ഫോൺ ചെയ്യുന്നത് ഇയാൾ കേട്ടു. ആ ഫോൺ ചെയ്യുന്നതിൽ നിന്നാണ് ഇയാൾക്ക് മനസ്സിലായത് ഈ അധികം വൈകാതെ തന്നെ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ താൻ പിടിക്കപ്പെടുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ്
ഈ പ്രതി അവിടെ നിന്നും അധികം പണം എടുക്കാതെ രക്ഷപ്പെട്ടത്. ബാക്കി പണം, അതായത് ഈ 3 കെട്ടുകളിലായി ലഭിച്ചിരിക്കുന്ന പണം അത്യാവശ്യം തൻ്റെ ഇപ്പോഴത്തെ ബാധ്യതകളൊക്കെ തീർക്കാനുള്ള പണമുണ്ട് എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന് ഈ പ്രതിക്ക് ആദ്യഘട്ടത്തിൽ ഒരു തോന്നലുണ്ടായി. അങ്ങനെയാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് ഇറങ്ങിയ ശേഷം ആദ്യം ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇയാൾ ചെയ്തൊരു കാര്യം. പല റോഡുകളിലൂടെ പോയി പോലീസിനെ കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് ഇന്ന് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വ്യാജമായ നമ്പർ പ്ലേറ്റ് ഇയാൾ ചാലക്കുടിയിൽ നിന്ന് മറ്റൊരു വാഹനത്തിൻ്റെ കവർ ചെയ്ത വാഹനത്തിൻ്റെ എടുത്തതാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ നമ്പർ പ്ലേറ്റ് പിന്നീട് ഈ മോഷണത്തിന് ശേഷം കുറച്ച് മുന്നോട്ട് പോയ ശേഷം ഇയാൾ ആ നമ്പർ പ്ലേറ്റ് വീണ്ടും മാറ്റുകയും വസ്ത്രം മാറുകയും എല്ലാം തന്നെ ചെയ്തു. ഈ വസ്ത്രം മാറിയതും നമ്പർ പ്ലേറ്റ് മാറിയതും ഒക്കെ തന്നെ ഈ CCTV ക്യാമറകളൊന്നും തന്നെ ഇല്ലാത്ത പ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ചാണ്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് ഓരോ കാര്യങ്ങളായി പോലീസിനോട് ഇപ്പോൾ പറഞ്ഞു വരികയാണ്. എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ചാലക്കുടിയിലേത് ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മോഷണമായിരുന്നു എന്നുള്ളതാണ് റൂറൽ SP പറയുന്നത്. അതിനുവേണ്ടി ഇയാൾ കുറേ നാളുകളായി പരിശ്രമം നടത്തുകയായിരുന്നു, അതിനുവേണ്ടിയുള്ള പ്ലാനിങ് നടത്തുകയായിരുന്നു. ഈ ബാങ്കിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ കത്തി, അത് കറിക്കത്തി ആയിരുന്നു എന്ന് നേരത്തെ തന്നെ പോലീസ് പറഞ്ഞിരുന്നു. ആ കറിക്കത്തി ഇയാൾ കൊണ്ടുവന്നത് ഗൾഫിൽ നിന്നാണ്. ഗൾഫിൽ ഇയാൾ ജോലി ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ കുറച്ച് നാളുകളായി മറ്റു ജോലിയൊന്നും തന്നെ ഇല്ലാതെ വീട്ടിൽ ആണ് ഉള്ളത്. ഈ വീട്ടിൽ അതായത് പ്രധാന പ്രശ്നം 49 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന കള്ളനാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതിൽ 2 ലക്ഷത്തിൽ പരം 2,90,000 രൂപ കടം വീട്ടിയിരിക്കുന്നു. 10 ലക്ഷം രൂപ ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ബാക്കി തുക വീട്ടിലുണ്ട് എന്നുള്ളതാണ് ഇയാൾ പോലീസിന് ആദ്യഘട്ടത്തിൽ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഷൂവിനടിയിലുള്ള നിറം, ഷൂവിന്റെ അടിയിലെ കളറാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണത്തിൽ ഏറെ നിർണായകമായത്. അതിന്റെ പിറകെ പോയാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടുന്ന അവസ്ഥയിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് തന്നെ, റൂറൽ SP തന്നെ സൂചിപ്പിച്ചത് അത്രയും കണ്ണിന്റെ കൃഷ്ണമണി പോലും മൂടിവെച്ചായിരുന്നു ഈ പ്രതി മോഷണം നടത്തിയിരുന്നത്. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള അധിക ആത്മവിശ്വാസം ഇയാൾക്കുണ്ടായിരുന്നു. ഇയാൾ തന്നെ ഈ വാർത്തകളൊക്കെയും ഇങ്ങനെ കവർച്ച നടന്നു, പ്രതിയെ തേടി പോലീസ്, ഇനിയും കള്ളൻ കാണാമറിയാത്ത തരത്തിലുള്ള മാധ്യമ വാർത്തകളൊക്കെ ഇയാൾ കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം 48 മണിക്കൂറിനിപ്പുറത്തേക്കാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ മോഷണം എന്നുള്ളതാണ് റൂറൽ SP മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. MS ലിഷോയാണ് വിവരങ്ങൾ